ഹേ ഗായ്സ്, ഈ വീഡിയോ 19-ാം തീയതി ഈവനിങ്ങിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. വേറെ ആരെയല്ല, നമ്മുടെ സബിന ചേച്ചി ബ്രഹ്മയിൽ നിന്നും നമ്മുടെ ഹാംബുർഗിലേക്ക് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം ഞാൻ ചേച്ചി വരുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ചെന്ന് ചേച്ചിനെ പിക്ക് ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചേച്ചി എത്തി എന്ന് പറഞ്ഞപ്പം ഞാൻ ചേച്ചീൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി വീഡിയോ എടുത്തുകൊണ്ട് ചെല്ലുന്നതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഇറങ്ങിയ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഞാനും ഇറങ്ങിയത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു ട്രെയിനാണ് വന്നിറങ്ങിയത്. അത് ഓപ്പോസിറ്റ് ആയിരുന്ന ട്രെയിൻ. അങ്ങനെ ചേച്ചീനെ കണ്ടു കിട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി, ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്രിസ്മസ് മാർക്കറ്റൊക്കെ കണ്ട്, ഇപ്പോൾ ഇവിടെ ക്രിസ്മസ് ടൈം ആണല്ലോ, അപ്പോൾ ഓൾറെഡി ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും അതുപോലെ ക്രിസ്മസ് മാർക്കറ്റുകളും എല്ലാം ഓപ്പൺ ആണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഹാംബുർഗിൽ ക്രിസ്മസ് മാർക്കറ്റെല്ലാം കണ്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ ഹാംബുർഗിൻ്റെ. അപ്പോൾ അവിടെയൊക്കെ നല്ലപോലെ ലൈറ്റൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്ട്രീറ്റുകളിലും നമ്മൾ പോകുന്ന എല്ലാ വഴികളിലും ഫുൾ ഡെക്കറേഷനാണ്. ഇത് ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഇവിടെ നോർമലി ഇങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫുള്ള് ലൈറ്റും ഡെക്കറേഷൻസും അങ്ങനെ ഒരുപാട് ട്രീകളും നല്ല ഭംഗിയാണ് കാണാൻ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു ടൈമിൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ക്രിസ്മസ് മാർക്കറ്റ് കാണുന്ന സമയം ഞങ്ങൾ നടന്നാണ് പോയത്. കാരണം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളെല്ലാം കണ്ടു പോവാം എന്നുള്ളതിൽ ഞങ്ങൾ പതുക്കെ നടന്ന് ഞങ്ങൾ മെയിൻ ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളവിടത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിൻ ക്രിസ്മസ് മാർക്കറ്റ്. ഇവിടെ തന്നെയാണ് നമുക്ക് ഫ്ലൈയിങ് സാൻഡയൊക്കെ ഉള്ളത്. പക്ഷേ ഫ്ലൈയിങ് സാൻഡ് ഇപ്പോഴും ഉണ്ടായിരിക്കില്ല. നമുക്കൊരു 3 ടൈമിലാണ്, 4 മണിക്കും 6 മണിക്കും 8 മണിക്കും അങ്ങനെ 3 ടൈമായിട്ടാണ് ഡെയിലി ഫ്ലൈയിങ് സാൻഡ് വരാം. പക്ഷെ നമ്മൾ വന്ന ടൈം 8 മണിക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലൈയിങ് സാൻഡിന് ചേച്ചിക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല. അപ്പം നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഉള്ളിൽക്കൂടെയൊക്കെ തന്നെ പോയി, ഈ ഷോപ്പുകളുടെ ഉള്ളിൽക്കൂടെയൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഗ്ലൂ വൈൻ ഒന്ന് കഴിച്ചു നോക്കാമെന്ന്. ഞാനിവിടെ വന്നിട്ട് ഒരുപാട് വട്ടം ഗ്ലൂ വൈൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത കാരണം ചേച്ചിയോട് ഞാൻ പറഞ്ഞു നമുക്ക് ഗ്ലൂ വൈൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഗ്ലൂ വൈൻ വന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അപ്പോൾ ഇവിടെ ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് ചേച്ചിക്ക് ആ റേറ്റിൽ ഗ്ലൂ വൈൻ കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഗ്ലൂ വൈൻ കിട്ടി. ഗ്ലൂ വൈൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് വൈൻ നമുക്ക് ചൂടാക്കി തരുന്നൊരു വൈനാണ്. ഇത് വിത്ത് ആൽക്കഹോൾ, വിത്തൗട്ട് ആൽക്കഹോൾ, വിത്ത് ചോക്ലേറ്റ്, വിത്തൗട്ട് ചോക്ലേറ്റ് ഒക്കെ കിട്ടും. ഇത് ചേച്ചിയുടെ എക്സ്പ്രഷൻ കണ്ടോ, ഫസ്റ്റ് എക്സ്പ്രഷനാണിത്. പക്ഷേ ഈ ഒരു എക്സ്പ്രഷൻ ഫസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ആ ഗ്ലാസ്സിലെ ഫുൾ ഗ്ലൂ വൈനും കുടിച്ച് തീർത്തത് ചേച്ചി തന്നെയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് മാളിലൊക്കെ ഒന്ന് കറങ്ങി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ മടുത്തു. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് നേരെ ഇനി വീട്ടിൽ പോവാം, ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ചേച്ചിയുടെ കയ്യിലാണെങ്കിൽ ചെറിയൊരു ലഗേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നടക്കാൻ ചേച്ചിക്കും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.